നമസ്കാരം. ഇന്ത്യ ആഭ്യന്തര വിഷയങ്ങൾ എടുക്കുന്ന നിലപാട് നിർണായകമാണ്. ഇന്ത്യയുടെ അപ്രതീക്ഷിതമായ അരിക്കയറ്റുമതി നിരോധനം അമേരിക്കൻ വിപണിയിലുണ്ടാക്കിയിരിക്കുകയാണ് പ്രതിസന്ധി. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ അരി കയറ്റുമതി രാജ്യം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഇന്ത്യ പെട്ടെന്ന് അരിയുടെ ചില ഇനങ്ങളുടെ കയറ്റുമതി നിരോധിച്ചത്. ഇന്ത്യയുടെ ഈ തീരുമാനം ന്യായീകരിക്കാൻ സർക്കാരിന് കാരണങ്ങളുണ്ട്. എന്നാൽ ഈ തീരുമാനം അമേരിക്കയിലെ പ്രവാസി സമൂഹത്തിലും റീറ്റെയിൽ വിപണിയിലും പ്രത്യേകിച്ച് ഇൻഡോ അമേരിക്കൻ സമൂഹത്തിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെയുള്ള ഇന്ത്യൻ കടകളിൽ ആളുകൾ അരി വാങ്ങിക്കൂട്ടുന്ന ദൃശ്യങ്ങൾ നാം കണ്ടിരുന്നു. അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് ഇന്ത്യയുടെ ആഭ്യന്തര നയം എങ്ങനെയാണ് നേരിട്ട് ബാധിക്കുക എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ അരിമേല് താരിഫുമായി ട്രംപ് എത്തിയത്. എന്തായാലും ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ താല്പര്യങ്ങൾക്ക് ആഗോള ഭക്ഷ്യ വിതരണ ശൃംഖലയെ എങ്ങനെയാണ് തകിടം മറിക്കുന്നത്? ലോകത്തെ പ്രധാന ഭക്ഷ്യോൽപാദന രാജ്യങ്ങൾ ഇത്തരത്തിൽ ദേശീയത അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാവപ്പെട്ട രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആഗോള സമൂഹം വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ആഗോള വിപണിയിൽ സ്ഥിരത ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ ധാർമ്മിക ഉത്തരവാദിത്വത്തെ കൂടി ഇവിടെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ റഷ്യയുമായി ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്ന സ്ഥിതിയാണ് പുലർത്തുന്നത്. റഷ്യൻ പ്രസിഡന്റും മോദിയുമായി നടത്തിയ കൂടിക്കാഴ്ച പാശ്ചാത്യ ശക്തികൾക്ക്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് വലിയ തലവേദന ഉണ്ടാക്കി എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ത്യയുടെ ഈ നിലപാട് ആഗോള തലത്തിൽ ചേരിചേരാ നയമാണ് ഇന്ത്യ പിന്തുടരുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിൽ റഷ്യയുടെ സാമ്പത്തിക നിലനിൽപ്പിന് ഇന്ത്യ നൽകുന്ന പിന്തുണയായി പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. ഈ രണ്ട് സംഭവങ്ങൾ, അതായത് അരിക്കയറ്റുമതി നിർത്തിയതും പിന്നെ ഈ കൂടിക്കാഴ്ച, അതായത് പുടിനുമായുള്ള കൂടിക്കാഴ്ച, ഈ രണ്ട് സംഭവങ്ങളും ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പുതിയ മുഖം വരച്ചു കാട്ടുകയാണ് ചെയ്യുന്നത്. ഒന്നാമതായി, സ്വന്തം പൗരന്മാരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതിലൂടെ ആഗോള സമ്മർദ്ദങ്ങളെ അവഗണിക്കാൻ ഇന്ത്യ ധൈര്യം കാണിക്കുന്നുണ്ട്. അരി നിരോധനം ഇതിന് തെളിവാണ്. രണ്ടാമതായി, മോഡി പുടിൻ കൂടിക്കാഴ്ച, അത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ തങ്ങളുടെ തന്ത്രപരമായ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ഇന്ത്യക്ക് മടിയില്ല എന്നുകൂടി കാണിച്ചു കൊടുക്കുന്നതാണ്. ഈ രണ്ട് വിഷയങ്ങളും പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇന്ത്യ ഇന്ന് കേവലം ഒരു പ്രാദേശിക ശക്തി മാത്രമല്ല, അതിന്റെ ആഭ്യന്തര തീരുമാനങ്ങൾ പോലും ആഗോള വിപണിയെയും രാഷ്ട്രീയ സന്തുലിതാവസ്ഥയും സ്വാധീനിക്കുന്നു എന്നത് ഒരു പരമമായ സത്യമാണ്. എന്നാൽ ഈ സ്വാധീനം വളരെ വിവേകത്തോടെ ഉപയോഗിക്കേണ്ടതും അത്യാവശ്യം കൂടിയാണ്.